നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെപ്റ്റംബർ മാസത്തിൽ രോഹിണി, അത്തം, തിരുവോണം ഈ 3 നക്ഷത്രങ്ങൾക്ക് എങ്ങനെയുള്ള ദോഷങ്ങളാണ് ഉണ്ടാവുക, അതിന് എന്തൊക്കെയാണ് പരിഹാരങ്ങളായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നത്. പൊതുവിൽ ഈ 3 നക്ഷത്രങ്ങൾക്കും അല്പം ഗുണകരമല്ലാത്ത ഒരു സമയമാണ്. കാരണം ഈ 3 നക്ഷത്രങ്ങളുടെയും അധിപനായിട്ടുള്ള ശുക്രൻ നീചരാശിയിലാണ് നിൽക്കുന്നത്. നീചരാശി എന്ന് പറഞ്ഞാൽ ഒട്ടും ഗുണപ്രദമല്ലാത്ത, ഗുണം തരുവാൻ കഴിവില്ലാത്ത ഒരവസ്ഥയിലാണ്. ശുക്രൻ ദാമ്പത്യകാരകനാണ്, തൊഴിൽ കാരകനാണ്. കലാപരമായ കാര്യങ്ങളിൽ, ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഗുണപരമായ കാര്യങ്ങൾ നൽകേണ്ട ഒരു ഗ്രഹമായതുകൊണ്ട് ഈ ഗ്രഹത്തിൻ്റെ ദോഷാവസ്ഥ പൊതുവിൽ ദോഷകരമായിട്ട് അല്ലെങ്കിൽ ഗുണപരമല്ലാത്ത രീതിയിൽ ബാധിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. എന്നോട് സംശയങ്ങൾ ചോദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർ ദയവായി വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കുക. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് മറുപടിക്കായിട്ട് നിങ്ങളുടെ ജനന തീയതി, സമയം, നക്ഷത്രം, ജനനസ്ഥലം, നിങ്ങൾക്കറിയേണ്ടതായ കാര്യം എന്നിവ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് നൽകുക. അതിന് 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഇത് തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ആരും യാതൊരുവിധ പ്രതിഫലവും നൽകേണ്ടതില്ല. നമ്മുടെ ഇപ്പോഴത്തെ സമയദോഷങ്ങൾ അറിയുവാനായിട്ട് കവടിപ്രശ്നം നടത്തണമെങ്കിൽ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദക്ഷിണ നൽകേണ്ടതാണ്. അതിന് മാത്രമാണ് ദക്ഷിണയായിട്ട് സ്വീകരിക്കുന്നത്. കമൻ്റായിട്ട് സംശയങ്ങൾ ചോദിക്കാതെ വാട്സപ്പിലേക്ക് മാത്രമായിട്ട് വാട്സപ്പ് മെസ്സേജായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഇന്ന് ആദ്യം പറയുന്നത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ്. രോഹിണി നക്ഷത്രത്തിൻ്റെ രാശി അധിപൻ ശുക്രനാണ്. ശുക്രൻ ദോഷസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് പൊതുവിൽ ഗുണപരം അല്ലാത്ത ധാരാളം കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാനുള്ള സാധ്യത ഈ സെപ്റ്റംബർ മാസത്തിലുണ്ട്. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർക്ക് പല പ്രവർത്തനങ്ങളും തടസ്സപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധയോടെ ഇവർ ചെയ്യേണ്ട ഒരു സമയമാണിത്. ധാരാളം അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ വളരെ നിയന്ത്രിക്കേണ്ടി ഇരിക്കുന്നു. എന്നാൽ കർഷകർക്ക്, അതേപോലെ പൊതുപ്രവർത്തനം ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. കാർഷിക വൃദ്ധിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഗുണപരമായ ലാഭങ്ങൾ ലഭിക്കുവാനും പൊതുപ്രവർത്തകർക്ക് അവരുടെ സ്ഥാനങ്ങൾ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ലഭിക്കുവാനും ഒക്കെയുള്ള ഒരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം. കൂട്ടു ബിസിനസ്സുകളൊക്കെ പരമാവധി ഒഴിവാക്കണം. കാരണം പങ്കാളികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യത നല്ലവണ്ണമുണ്ട്. വിശ്വസ്തരായ ആൾക്കാരിൽ നിന്നൊക്കെ വിപരീതമായ പ്രവൃത്തികളും ഫലങ്ങളും ഇവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് അത്തരക്കാരെ വളരെയധികം സൂക്ഷിക്കണം. നമുക്ക് വിശ്വസ്തരെന്ന് നമ്മൾ ചിന്തിക്കുന്ന പലരും നമ്മളെ വഞ്ചിക്കുവാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂല സമയമല്ല. വിദ്യാ തടസ്സങ്ങളുണ്ടാകാം. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉപരിപഠനം ലഭ്യമല്ലാതെ പോകാം. അതിനു വേണ്ടിയിട്ട് അവരല്പം കാത്തിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ സാധ്യത ഉള്ള സമയമാണ്. BP പോലെയുള്ള അസുഖങ്ങൾക്കുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ധർമ്മദേവതാ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഐശ്വര്യ ദേവതയെ മഹാലക്ഷ്മിയെ നല്ലവണ്ണം പ്രീതിപ്പെടുത്തുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് തീർച്ചയായിട്ടും ഗുണകരമായി തന്നെ ഭവിക്കുന്നതാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രാശി അധിപൻ ബുധനാണ്. ആ ബുധൻ 11ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് ഇവർക്ക് വളരെയധികം ഗുണകരമായിട്ട് സംഭവിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായൊരു സമയമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ളത്. ഉയർന്ന വിദ്യാഗുണങ്ങൾ അവർക്ക് ലഭിക്കും. പരീക്ഷയിലൊക്കെ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കും. വിദേശത്തൊക്കെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടും. ബിസിനസ്സുകാർ ചെയ്യുന്നവർക്ക് പൊതുവിൽ ഗുണപരമായ കാര്യങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. ഗണിത സംബന്ധമായ ജോലികളിൽ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസി, സെയിൽ ടാക്സ് പ്രാക്ടീഷണർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. ഇവരുടെ സമ്പാദ്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുവാൻ തീർച്ചയായിട്ടും ഇവർക്ക് സാധിക്കും. ഓഹരി വിപണിയൊക്കെ
പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങളുടെ സമയമാണിപ്പോൾ. വിഷസംബന്ധമായ അസുഖങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇവർക്കിപ്പോഴുള്ളത്. സഹോദരങ്ങൾ അനുകൂലമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ മാറും. സഹോദരന്മാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുവാൻ പലവിധ വിട്ടുവീഴ്ചകളും ഇവർ ചെയ്യേണ്ടി വരുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഇവർക്ക് അത്ര അനുകൂല സമയമല്ല. പ്രതികൂല സാഹചര്യങ്ങളെ ഇവർക്ക് ഈശ്വരാധീനത്താൽ തരണം ചെയ്യുവാൻ സാധിക്കുമെങ്കിലും അതിനായിട്ട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇവർക്കുണ്ട്. ശിവപ്രീതികരമായ കാര്യങ്ങൾ ഇവർ ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുക. അതോടൊപ്പം ദുർഗാദേവിയെ നല്ലവണ്ണം ഭജിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ദോഷങ്ങളെ അകറ്റുവാനും ഗുണപരമായ കാര്യങ്ങളെ ലഭ്യമാക്കുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രാശി അധിപൻ ശനിയാണ്. ധനസ്ഥാനത്ത് ധനസ്ഥാനാധിപനായ ശനി നിൽക്കുന്നത് ധനപരമായിട്ട് ഇവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്നു. കാരകോ ഭാവനാശായ എന്നാണ് പ്രമാണം. കാരകൻ കാരകസ്ഥാനത്ത് നിൽക്കുന്നത് ഭാവത്തിന് നാശം ചെയ്യുന്നു എന്ന പ്രമാണപ്രകാരം ഇവർക്ക് വരവിനേക്കാൾ ചിലവ് അധികരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ വിദ്യാസ്ഥാനാധിപൻ ദോഷസ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഗുണങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. സന്താനസ്ഥാനവും അത്ര ശുഭകരമായിട്ടല്ല കാണുന്നത്. പൊതുവിൽ സന്താനങ്ങളിൽ ലഭിക്കേണ്ട ഗുണങ്ങൾ തടസ്സപ്പെടാനോ ഇല്ലാതാകുവാനുള്ള സാധ്യതകൾ ഈ സമയത്തുണ്ട്. തൊഴിൽ രംഗത്ത് പുരോഗതിക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ദാമ്പത്യ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുകയും പൂർവ്വസ്ഥിതിയിലാവുകയും നല്ല ജീവിതം ഉണ്ടാകുവാനും ഈ സെപ്റ്റംബർ മാസത്തിൽ ഇവർക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ധാരാളം അവസരങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് ലഭിക്കാൻ ഉണ്ടെങ്കിലും അതിനെയൊക്കെ പ്രയോജനകരമായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ ഇവർക്ക് ഇപ്പോൾ തടസ്സങ്ങളുണ്ടാകും, സാധിക്കാറില്ല. കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത നല്ലവണ്ണമുണ്ട്. മാനസികമായ വിഷമങ്ങളുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ മാനസിക വിഷമങ്ങൾ നല്ലവണ്ണം ഉണ്ടാകും. വസ്തുവകകളൊക്കെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മുൻകോപം നിയന്ത്രിക്കേണ്ടതുണ്ട്. മുൻകോപം നിമിത്തം പലവിധ പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാകാം. പിണങ്ങി നിൽക്കുന്നവരൊക്കെ വീണ്ടും സൗഹൃദത്തിൽ അടുത്തേക്ക് വരുവാനും അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുവാനും ഉള്ള ഒരു സാധ്യത ഈ സെപ്റ്റംബർ മാസത്തിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഭജിക്കുന്നത് നിമിത്തം ഇവർക്ക് നല്ല ഗുണങ്ങളുണ്ടാകും, ദോഷങ്ങളകലും. അതിനെ പ്രയോജനപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഇവർക്ക് സാധിക്കുകയും ചെയ്യും. ഈ 3 നക്ഷത്രങ്ങളുടെ സെപ്റ്റംബർ മാസത്തിലെ പൊതുവായി സംഭവിക്കാവുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ ദയവായി വാട്സപ്പിലേക്ക് ചോദിക്കുക. ജാതക സംബന്ധമായ കാര്യങ്ങൾ അറിയുവാൻ ജാതക പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യാതൊരുവിധമായ ഫീസുകളും നൽകേണ്ടതില്ല. തികച്ചും സൗജന്യമായിട്ട് അത് ഞാൻ ചെയ്തു തരുന്നതാണ്. നിങ്ങൾ വാട്സപ്പിലേക്ക് മാത്രമായിട്ട് ഇത്തരം മെസ്സേജായിട്ട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുക. വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ശ്രീവല്ലഭോ രക്ഷതു.